ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രതീക്ഷാൽ ഞങ്ങളുടെ തിരുക്കുമാരനെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോട് നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്ന സകലത്തിന്റെ നാഥായ എന്നേക്കും സത്യമായി നിങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനത്തെയും പരിപാലിക്കുന്നവരുമാവുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും സർവേശ്വരനെ പരിശുദ്ധനും സുദീർഘനും ബലവാനും ഭക്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവരും എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം എന്നേക്കും. സഹോദരനെ, നിങ്ങളിരുന്ന ശ്രദ്ധയോടെ കേൾക്കുവിൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന. അങ്ങനെ ആകാശവും ഭൂമിയും അതിലുള്ള സകലവും പൂർണ്ണമായി. ദൈവം തന്റെ ജോലി 7-ാം ദിവസം പൂർത്തിയാക്കി. താൻ തുടങ്ങിയ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ച് 7-ാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു. സൃഷ്ടികർമ്മം പൂർത്തിയാക്കി തന്റെ പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ച് വിശ്രമിച്ച 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി. ഇതാണ് ആകാശത്തിന്റെയും ഭൂമിയുടെയും ഉൽപ്പത്തി ചരിത്രം. ദൈവമായ കർത്താവ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നാളിൽ ഭൂമിയിൽ പുല്ലോ ചെടിയോ മുളച്ചിരുന്നില്ല. കാരണം അവിടുന്ന് ഭൂമിയിൽ മഴ പെയ്ച്ചിരുന്നില്ല. കൃഷി ചെയ്യാൻ മനുഷ്യനുണ്ടായിരുന്നുമില്ല. എന്നാൽ ഭൂമിയിൽ നിന്ന് ഒരു മൂടൽമഞ്ഞ് ഉയർന്ന് ഭൂതലമെല്ലാം നനച്ചു. ദൈവമായ കർത്താവ്
ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവന്റെ നാസാരന്തരങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. അവിടുന്ന് കിഴക്ക് ഏദനിൽ ഒരു തോട്ടം ഉണ്ടാക്കി താൻ രൂപം കൊടുത്ത മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും ജോബിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. ഇതാ ഞാൻ വായ തുറക്കും, എൻ്റെ നാവ് സംസാരിക്കുകയും ചെയ്യുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ നിഷ്കളങ്കതയെ എൻ്റെ വാക്ക് പ്രഖ്യാപിക്കുന്നു. എൻ്റെ അധരം സത്യസന്ധമായി സംസാരിക്കുന്നു. ദൈവചൈതന്യം എന്നെ സൃഷ്ടിച്ചു. സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവൻ തന്നു. അവിടുന്ന് തൻ്റെ ചൈതന്യം തന്നിലേക്ക് പിൻവലിച്ചാൽ, തൻ്റെ ശ്വാസം തന്നിലേക്ക് തിരിച്ചെടുത്താൽ എല്ലാ ശരീരവും ഒന്നോടെ നശിക്കും. മനുഷ്യൻ പൊടിയിലേക്ക് മടങ്ങും. പ്രകീർത്തനം ആരംഭിക്കുവാനായി നിങ്ങൾ എഴുന്നേൽക്കുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങേ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളും മതസ്വരം ശോഭിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആവശ്യങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും ഞങ്ങളെ സ്തുതിക്കുന്നതിനും അംഗീകാരത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കും.
പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. സഹോദരരെ, സ്ത്രീയന്മാരുടെ പ്രവർത്തനങ്ങൾ എന്നുള്ള വായന കർത്താവായ പത്രോസ് 11 പേരോടൊപ്പം എഴുന്നേറ്റ് ഉച്ചത്തിൽ അവരെ അഭിസംബോധന ചെയ്ത് പറഞ്ഞു: യൂതന്മാരെയും ജെറുസലേം നിവാസികളെയും നിങ്ങളിത് മനസ്സിലാക്കുവേൻ. എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കുവേൻ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ മനുഷ്യർ മദ്യപിച്ച് ലഹരി പിടിച്ചവരല്ല. ഇപ്പോൾ ദിവസത്തിന്റെ 3-ാം മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ. ഇത് യോവേൽ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളതാകുന്നു. ദൈവം അരുൾ ചെയ്യുന്നു, അവസാന നാളുകളിൽ ഇങ്ങനെ സംഭവിക്കും. എൻ്റെ ആത്മാവിനെ ഞാൻ എല്ലാ മനുഷ്യരുടെയും മേൽ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനമുണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. അവർ പ്രവചിക്കും. മുകളിൽ ആകാശത്ത് അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും ഞാൻ കാണിക്കും. രക്തവും അഗ്നിയും പുകപടലവും തന്നെ. കർത്താവിന്റെ പ്രതാപപൂർണമായ ആ മഹാദിനം സമാഗതമാകുന്നതിന് മുമ്പ് സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ രക്തവർണ്ണമാകും. എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടുകൂടി. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധ സുവിശേഷം. ആഴ്ചയുടെ ആദ്യ ദിവസമായ സന്ധ്യയ്ക്ക് ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്തിന്റെ കഥകൾ യഹൂദന്മാരോടുള്ള ഭയനിമിത്തം അടച്ചിരിക്കുകയും ഈശോ വന്ന് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് അവരോട് അരുൾ ചെയ്തു: നിങ്ങൾക്ക് സമാധാനം. ഇത് പറഞ്ഞുകൊണ്ട് അവർ അതിൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. ഈശോ വീണ്ടും അവരോട് അരുൾ ചെയ്തു: നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. അവിടുന്ന് പറഞ്ഞതിന് ശേഷം അവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് അരുൾ ചെയ്തു: പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ മോചിച്ചാൽ അവ മോചിക്കപ്പെട്ടവയായിരിക്കും. നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ ബന്ധിച്ചാൽ അവ ബന്ധിക്കപ്പെട്ടവയുമായിരിക്കും. പരിശുദ്ധാത്മാവിനാൽ അനുഗ്രഹിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട വൈദികരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷാകര ചരിത്രം പരിശുദ്ധാത്മാവിനാൽ പൂരിതരായ ശ്ലീഹന്മാരുടെ ചരിത്രം കൂടിയാണ്. സഭയാകുന്ന മഹാസൗധത്തിൻ്റെ അടിത്തറ
സ്ലീഹന്മാരാണ്. സ്ലീഹന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നമ്മൾ. പരിശുദ്ധാത്മാവാണ് ഓജസ്സും ശക്തിയും പ്രദാനം ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് ജീവിതത്തിന് മനോഹാരിത ഉണ്ടാക്കുന്ന വ്യക്തിയാണ്, ദിശാബോധം തരുന്ന വ്യക്തിയാണ്. ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവ് കൃപ പ്രദാനം ചെയ്യുന്നവനാണ്. പന്തക്കോസ്താ ദിനത്തിൻ്റെ ആത്മവർഷം വിസ്മയകരങ്ങളായിട്ടുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തനങ്ങളും വഴിയൊരുക്കി. ഭയചകിതരും വിദ്യാവിഹീനരുമായിരുന്ന ശിഷ്യന്മാർക്ക് ധീരതയും ദൈവീക വിജ്ഞാനവും കൊടുക്കുവാൻ അത് കാരണമായി. നമുക്കിന്നേ ദിവസം പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഞങ്ങളുടെ ഇടവകയിൽ ഞങ്ങളുടെ സമൂഹത്തിൽ വർഷിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. പിതാവായ ദൈവം തിരഞ്ഞെടുത്ത ഇസ്രായേൽ ജനത്തെ 12 ഗോത്രങ്ങളാക്കി മാറ്റി അവർക്ക് 12 ഗോത്രപിതാക്കന്മാരെ നിയമിച്ചു. പുത്രനായ ദൈവം 12 ശ്ലീഹന്മാരെ തിരഞ്ഞെടുത്ത് അവരെ പരിശുദ്ധാത്മാവിനാൽ പൂരിതരാക്കി മാറ്റി. അന്ത്യവിധി നാളിൽ അവർ 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെ വിധിക്കും. സുവിശേഷകൻ അറിയിക്കുന്നതാണ്. നമ്മുടെ ദേവാലയം, നമ്മുടെ ഇടവക ഈ ശ്ലീഹന്മാരുടെ പേരിലാണ്. 12 ശ്ലീഹന്മാരുടെ പേരിലുള്ള ശക്തമായിട്ടുള്ള ഒരിടവക. 12 ശ്ലീഹന്മാർ, കർത്താവിന്റെ പ്രിയപ്പെട്ട 12 ശിഷ്യന്മാർ നമ്മുടെ ഇടവകയ്ക്ക് ഒരു ശക്തമായ കാവലും കരുതലുമായിട്ട് നിൽക്കുന്നവരാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏകദേശം 20-ലധികം പ്രാവശ്യം ഈ 12 എന്ന ഒരു ഫാൻസി നമ്പറിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിന് വിശേഷപ്പെട്ട ഒരു നമ്പറാണ് 12. വിവിധ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് 12 എന്ന എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമുക്ക് നമ്മുടെ ഇടവക മധ്യസ്ഥരോട് ഈ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. സഭയെ പണിതുയർത്തിയ ശ്ലീഹന്മാരെ, ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ ശക്തമായി പരിശുദ്ധാത്മാവിനാൽ പണിയപ്പെട്ട് ഉയർത്തപ്പെട്ട് ശക്തിപ്പെടുത്തുവാൻ സഹായിക്കണമേ, പ്രാർത്ഥിക്കണമേ എന്ന്. വിശുദ്ധ ഗ്രന്ഥം വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനെന്ന് പറയുന്നത് ആഴ്ചയുടെ ആദ്യ ദിവസമാണ്. ആഴ്ചയുടെ ആദ്യ ദിവസമായ വൈകിട്ട് ശ്ലീഹന്മാർ യഹൂദരെ ഭയന്ന് കതകുകൾ അടച്ച് ഇരിക്കെ ഈശോ വന്നു. ഉദ്ധിതനായ കർത്താവിന്റെ ദർശനം പലപ്പോഴും കിട്ടുന്നത് ആഴ്ചയുടെ ആദ്യ ദിവസമാണ്. എന്താണ് ആഴ്ചയുടെ ആദ്യ ദിവസം? ഞായറാഴ്ച. ഞായറാഴ്ചയാണ് ഈശോ തന്റെ ദർശനവും അനുഗ്രഹവും സമാധാനവും സമൂഹത്തിന് കൊടുക്കുക. അതായത് ഉദ്ധിതന്റെ അനുഭവം കിട്ടണമെങ്കിൽ, ക്രിസ്താനുഭവം കിട്ടണമെങ്കിൽ ഞായറാഴ്ച പള്ളിയിൽ വരണം എന്ന് സാരം. ആഴ്ചയുടെ ആദ്യ ദിവസം അവർ ഒരുമിച്ച് കൂടിയിരിക്കുകയും കർത്താവ്, ഉദ്ധിതനായ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഈശോ പല പ്രത്യക്ഷീകരണങ്ങളും നടത്തുക ഒരുമിച്ച് കൂട്ടപ്പെട്ടിരിക്കുന്ന ആഴ്ചയുടെ ആദ്യ ദിവസമായ ഞായറാഴ്ച ഒരുമിച്ച് കൂട്ടപ്പെട്ടിരിക്കുന്ന സമൂഹത്തിന്റെ നടുവിലാണ്. ഞായറാഴ്ചത്തെ കുർബാന മുടക്കിയാൽ ഈശോയെ കിട്ടില്ല, ക്രിസ്താനുഭവം കിട്ടില്ല.
പരിശുദ്ധാത്മാവിനെ കിട്ടില്ല, കൃപ കിട്ടില്ല, ജീവിതം വട്ടപൂജ്യമായിട്ട് മാറുന്നു. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ഞായറാഴ്ച. ശിഷ്യപ്രമുഖനായ തോമാസ് ശ്ലീഹായ്ക്ക് പോലും ഞായറാഴ്ച പള്ളിയിൽ പോകാതിരുന്നത് കൊണ്ട് ക്രിസ്ത്യാനുഭവം കിട്ടുന്നില്ല. തോമാസ് ശ്ലീഹായ്ക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ കുർബാന അവിടെ നടക്കുന്നില്ല. തോമാസ് ശ്ലീഹായുടെ പുറകെ പോകുന്നില്ല. വീണ്ടും അടുത്തയാഴ്ച വന്നപ്പോൾ, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് വീണ്ടും ഒരു ഞായറാഴ്ച വന്നപ്പോൾ, ഈ ഒരുമിച്ച് കൂട്ടപ്പെട്ട സമൂഹത്തിൽ ഞായറാഴ്ച ആചരണത്തിന്റെ ഭാഗമായിരുന്ന ശിഷ്യന്മാരുടെ സമൂഹത്തിൽ തോമാസ് ശ്ലീഹ തിരികെ വന്നപ്പോഴാണ് ഈശോ പ്രത്യക്ഷപ്പെടുക. തോമാസ് ശ്ലീഹായുടെ ജീവിതത്തിന് അർത്ഥവും ആഴവും കൊടുക്കുക ആ ഞായറാഴ്ച കൂട്ടായ്മയിൽ പങ്കെടുത്തപ്പോഴാണ്. നമ്മൾ ചിന്തിക്കണം, നമുക്ക് മനോഹരമായിട്ടുള്ള ഭംഗിയുള്ള ദേവാലയമുണ്ട്. ഈ ദേവാലയത്തിൽ നിറയെ ആൾക്കാരിരിക്കുന്നത്, വിശ്വാസികളുടെ സമൂഹം ഇരിക്കുന്നത് വളരെ ഭംഗിയുള്ള കാഴ്ചയാണ്. നിങ്ങളെ ഇവിടെ ഒഴിച്ചു കൂട്ടിയിരിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്ന് ഞാൻ കരുതുകയാണ്. കൂട്ടായ്മയുടെ ബലം, ഒരുമിച്ച് കൂടലിന്റെ ബലം കൊടുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് ഒരുമയുടെ ഐക്യത്തിന്റെ ബലം കൊടുക്കുക. ഭിന്നിപ്പുകൾ ഉണ്ടാക്കുവാൻ പരിശുദ്ധാരൂപിക്ക് സാധിക്കുകയില്ല, ദുഷ്ടാരൂപിക്ക് സാധിക്കൂ. അതുകൊണ്ട് ഇടവക കൂട്ടായ്മയുടെ ശക്തി പ്രകടമാക്കുവാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. വിശുദ്ധ പറയുന്നുണ്ടല്ലോ, മനുഷ്യപുത്രനെതിരെയുള്ള ദൂഷണം പോലും ക്ഷമിക്കപ്പെടും, എന്നാൽ പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം ക്ഷമിക്കപ്പെടുകയില്ല. ഈ കാര്യങ്ങളെല്ലാം പരിശുദ്ധാരൂപി വെളിവാക്കി തന്നിട്ടും, കർത്താവ് ആരാണെന്ന് വെളിവാക്കി തരുന്നിട്ടും, പാപബോധം തരുന്നിട്ടും ആ ആഹ്വാനം സ്വീകരിച്ചില്ലെങ്കിൽ ആ ദൂഷണം ക്ഷമിക്കപ്പെടുകയില്ല. പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം ശ്രമിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കണം. നമുക്കിതെല്ലാം വിവരിച്ചു തന്നതാണ്. പരിശുദ്ധാരൂപി ദൈവമാരാണ്, എനിക്കാരാണ്, ഈശോ മരിച്ചവരിൽ ഉയർത്തു, നമുക്ക് പാപബോധം തന്നു, ഇതെല്ലാം വെളിവാക്കപ്പെട്ടു തന്നതാണ്. എന്നിട്ടും മറുതിരിച്ചു നിന്നാൽ പിന്നീട് രക്ഷയില്ല. നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ, ശ്രദ്ധിച്ചില്ലെങ്കിൽ അരൂപി പരിശുദ്ധാത്മാവ് വിട്ടുപോകും. പരിശുദ്ധാത്മാവ് വിട്ടുപോകുന്ന അവസ്ഥയുണ്ട്. സുവിശേഷത്തിൽ അത് കാണുന്നുണ്ട്. അശ്രദ്ധ മൂലം പരിശുദ്ധാരൂപി വിട്ടുപോകുന്നുണ്ട്. സാമൂഹ്യന്റെ 1-ാം പുസ്തകത്തിലും ന്യായാധിപന്മാരുടെ പുസ്തകത്തിലുമൊക്കെ മഹാന്മാരുടെ ഉള്ളിൽ നിന്നും ദൈവത്തിന്റെ അരൂപി വിട്ടുപോകുന്നുണ്ട്. അശ്രദ്ധ മൂലം സാമൂഹിൽ നിന്നും സാംസനിൽ നിന്നും ദൈവാരൂപി വിട്ടുപോയി. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന, നിർവീര്യമാക്കുന്ന, പരീക്ഷിക്കുന്ന, ദുഃഖപ്പെടുത്തുന്ന ജീവിത ശൈലി അനുസരണക്കേട് സ്വീകരിച്ചാൽ പരിശുദ്ധാത്മാവിന്റെ കൃപ നഷ്ടപ്പെട്ടു പോകും. സാംസൻ മിടുക്കനായിരുന്നു, ശക്തനായിരുന്നു, ഉള്ള കരാട്ടെ പഠിച്ചവനായിരുന്നു, ആർക്കും തോൽപ്പിക്കാൻ സാധിക്കാത്തവനായിരുന്നു, സർവശക്തിയും ഉണ്ടായിരുന്നു. പക്ഷേ ദൈവാരൂപി വിട്ടുപോയി. അന്ന് മുതൽ അനുസരണക്കേട് കാണിച്ചപ്പോൾ ദൈവാരൂപി വിട്ടുപോയി. ആ മഹാശക്തന്റെ പതനം തുടങ്ങി. അവസാനം ശത്രുക്കൾ വന്ന് അവന്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുന്ന അവസ്ഥയുണ്ടായി. കണ്ണ് ചൂഴ്ന്നെടുത്ത് കളയുന്നു. ഒരു കൂട്ടമരണത്തിൽ ആ മഹാരഥൻ നിലം പൊത്തി. പരിശുദ്ധാത്മാവ് വിട്ടുപോയി കഴിഞ്ഞാൽ നാശമാണ്. യൂദാസിൽ ദുഷ്ടാരൂപി വിട്ടുപോയി, ദുഷ്ടാരൂപി കടന്നുപോയി. പരിശുദ്ധാത്മാവ് വിട്ടുപോയി, ദുഷ്ടാരൂപി കടന്നുപോയി. ആ പതനമാണ്, ആത്മഹത്യയാണ്, നാശമാണ്. സാമൂഹിൽ ദൈവത്തിന്റെ കൃപയുണ്ടായിരുന്നു, ദൈവാരൂപി ഉണ്ടായിരുന്നു. ആത്മാവ് വിട്ടുപോയപ്പോൾ ദുരാരൂപി, ദുഷ്ടാരൂപിയെ കൂടി പരാജയത്തിന്റെ രുചിയറിഞ്ഞ രാജാവായിട്ട് അയാൾ ആത്മഹത്യ ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, ദൈവം തന്നിരുന്ന കൃപ പരിശുദ്ധാത്മാവിനെ വളർത്താൻ സാധിക്കണം. ശ്ലീഹന്മാരുടെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ശ്ലീഹന്മാരുടെ കൃപ സഹായം നമുക്ക് ആവശ്യമാണ്. അന്നേ ദിവസം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ശ്ലീഹകാലം പന്തക്കോസ്ത് അനുഭവത്തിന് ശേഷം ശ്ലീഹന്മാർ വിവിധ സ്ഥലങ്ങളിൽ പോയി വചന വിത്ത് വിതയ്ക്കുന്ന കാലഘട്ടമാണ്. ഇത് സഭയുടെ ഉത്ഭവ കാലഘട്ടമാണ്. സഭയുടെ പ്രാരംഭത്തിന്റെ, പ്രാരാബ്ദങ്ങളുടെ, സഹനചരിത്രത്തിന്റെ ഒരു കാലഘട്ടമാണ്. വെല്ലുവിളികളെ അതിജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. യേശുവിന് വേണ്ടി നിലകൊള്ളുവാൻ വേണ്ടിയിട്ട്, ഈശോയ്ക്ക് വേണ്ടിയിട്ട് സാക്ഷ്യം വഹിക്കാനായിട്ട് രക്തസാക്ഷിത്വത്തിന്റെ കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയ ഒരു അനുഭവം യോജിക്കുന്ന കാലമാണ്.
ഈ ശ്രീകന്മാരെല്ലാവരും ഈശോയ്ക്ക് വേണ്ടി അടിയും ഇടിയും കുത്തും എല്ലാം ലഭിച്ച് ഒരു അപ്പസ്തോലനെ ശ്രീഹായെ തോലുരിഞ്ഞാണ്, ബർത്തലോമിയെ തോലുരിഞ്ഞാണ് കൊല്ലുക. പത്രോസാണെങ്കിൽ പത്രോസിന് കർത്താവിനെ തള്ളി പറഞ്ഞതുകൊണ്ട് കർത്താവിനെ ക്രൂശിക്കപ്പെട്ടതുപോലെ നേർവേദിയിൽ ക്രൂശിക്കപ്പെടുവാൻ അർഹതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ തലകീഴായിട്ട് കുരിശിൽ തറച്ചാൽ മതി എന്ന് പറഞ്ഞ് താൻ ചെയ്തു പോയ അപരാധത്തിന് കുരിശിൽ കിടക്കുന്ന തന്റെ ദിവ്യ ഗുരുവിന്റെ പാദം ചുംബിക്കാൻ എന്ന വണ്ണം എന്നെ തലകീഴായി കുരിശിൽ തറയ്ക്കണമെന്ന് പറഞ്ഞ് രക്തസാക്ഷിത്വം വരിച്ച വ്യക്തിയാണ്. യോഹന്നാൻ മാത്രമാണ് ഒരു അവാദം. യോഹന്നാനെയും രക്തസാക്ഷിയാക്കാൻ വധിക്കാൻ വേണ്ടിയിട്ട് തിളയ്ക്കുന്ന എണ്ണയിൽ പൊരിച്ചെടുക്കാനായിട്ടാണ്. യോഹന്നാൻ അവിടെ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട് പത്മോസിലേക്ക് നാട് കടത്തപ്പെട്ട് അവിടെ വളരെ സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ മരണം ധരിച്ചു എന്ന് കരുതപ്പെടാൻ സാധിക്കില്ല. അങ്ങനെ ഈശോയ്ക്ക് വേണ്ടിയിട്ട് രക്തസാക്ഷിത്വം വഹിച്ച ധീരരായ ശ്രീകന്മാരാൽ അനുഗ്രഹിക്കപ്പെട്ട ശക്തമാക്കപ്പെട്ട ഒരു ഇടവകയാണ് നമ്മുടെ സഭ. ഇന്നും ഏറെ വെല്ലുവിളികളിലൂടെ കടന്നു പോകുന്ന കാലഘട്ടമാണ്, ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന കാലഘട്ടമാണ്. കലാ സാംസ്കാരിക സാമുദായിക ഘട്ടങ്ങളിൽ മേഖലകളിൽ ക്രൈസ്തവർ രക്തസാക്ഷികളാവുകയാണ്, ക്രൂശിക്കപ്പെടുകയാണ്. നമ്മുടെ കുടുംബ ജീവിതവും ഏറെ ക്ലേശത്തിലൂടെ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന കാലഘട്ടമാണ്. ഞങ്ങൾ ബാലാ കമ്മ്യൂണിക്കേഷന് ലഹരിക്കെതിരെ മദ്യത്തിനെതിരെ ഒരു നാടകമുണ്ട്. നിങ്ങളത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മനോഹരമായ ഒരു നാടകം. ഞങ്ങളുടെ നാടകമായതുകൊണ്ട് മനോഹരം എന്ന് പറയുന്നത് പൊതു അഭിപ്രായമാണ്. ലഹരിയിൽ നിന്നും, ലഹരിയുടെ പൈശാചികതയിൽ നിന്നും ഒരു പെൺകൊച്ചിനെ തിരിച്ച് ഇറക്കിക്കൊണ്ടുവരുന്ന ഒരു ശക്തമായ കഥയാണ്. അത് 100 സ്റ്റേജുകൾ പിന്നിട്ടു. പക്ഷെ ഇത് മദ്യത്തിന്റെ, ലഹരിയുടെ പൈശാചികക്കെതിരെയുള്ള ഒരു പ്രവർത്തനം ആയതുകൊണ്ട് ഇതിന് ഭയങ്കര തടസ്സമാണ്. സ്ട്രഗിൾ ചെയ്തുകൊണ്ടാണ് ഈ നാടകം അവതരിപ്പിക്കുക. അനേകം വേദികൾ കീഴടക്കി കഴിഞ്ഞു. പക്ഷേ ഓരോ വേദിയിൽ അവതരിപ്പിക്കുവാനും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടാണ്. മറ്റ് പ്രണയവും പിള്ളകളിയും ഒക്കെ അവതരിപ്പിക്കുവാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല, സുഖമായിട്ട് കഴിക്കുന്നു. ഇത് ഇങ്ങനെയുള്ള ഒരു ധാർമ്മിക ബോധം കൊടുക്കുന്ന ഒരു നാടകം അവതരിപ്പിക്കാൻ ക്ലേശമാണ്. കാരണം പൈശാചിക ശക്തികൾക്ക് മനുഷ്യർ നന്നാവുന്നതും മാനസാന്തരപ്പെടുന്നതും ഇഷ്ടമില്ല. നമ്മൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. നമുക്ക് ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. ഏറെ ക്ലേശത്തിലൂടെ, സഹനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ, ക്രൈസ്തവ സമൂഹം കടന്നു പോകുമ്പോൾ മുസ്ലിംമാരുടെ ശക്തമായ മാധ്യസ്ഥവും സംരക്ഷണവും വേണം. നമ്മളുടെ യുവജനങ്ങൾക്ക്, നമ്മളുടെ കുട്ടികൾക്ക് ഈ ശ്രീകന്മാരുടെ പരിശുദ്ധാത്മ അഭിഷേകം ലഭിക്കണം. ഒരു അന്ധകാര ശക്തിയും അവരെ തട്ടിക്കൊണ്ടു പോകുവാൻ, കൂദാശകളിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോകുവാൻ ഇടയാകരുത്. നമുക്ക് ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കാൻ. പരിശുദ്ധാത്മാവ് നമ്മുടെ സമൂഹത്തെ, ക്രൈസ്തവ സമൂഹത്തെ ശക്തിപ്പെടുത്തട്ടെ, ഈ ഇടവകയെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. നമുക്കെല്ലാവർക്കും സന്തോഷോത്സവത്തിനും കൂടെ വന്ന കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. വിജയകരമായി ശക്തിയാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയോട് ചിന്തിക്കുവാനും അവരുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനകത്ത് പങ്കാളികളാകാനുള്ള സന്മനസ് നിന്റെ ജനത്തെ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിവിധ സഭകൾക്കിടയിൽ പരസ്പര ധാരണയും ഐക്യം വളർത്തി ഏകസത്യ വിശ്വാസത്തിൽ അവയെ പരീക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കാൻ ശിഷ്യന്മാരെ നിയോഗിച്ച കർത്താവേ, ശിഷ്യന്മാരും പ്രവചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷിതരാകാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുസൃതമായി സൂക്ഷിച്ചുവല ചെയ്ത് മാന്മാർക്കൊടൊപ്പം സ്വർഗഭവത്തിന് അർഹരാകാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസമുഴവനായ ഞങ്ങളുടെ പരിശുദ്ധാവ് പാപ്പയെ, ഞങ്ങളുടെ സഭയുടെ പിതാവും തൽപരമായ ഞങ്ങളുടെ ദേവതാധ്യക്ഷനായ മറിയസമദ്രാപുലിതായും, ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ
മറിയപുത്രാനെയും മറ്റെല്ലാ പുത്രന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് കർത്താവെ നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ മിശിഹായേ, നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ വിളിച്ചു കർത്താവ്, സ്ത്രീകന്മാരുടെ മാതൃകയുടെ വിശുദ്ധിയോടും തീഷ്ണതയോടും കൂടി നിനക്ക് ശുശ്രൂഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സഭയോട് ചേർന്ന് ഏക മനസ്സായി പ്രേക്ഷിത ചെയ്യുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. കർത്താവെ ആശ്രയിക്കും. ഞങ്ങളെ
വിശ്വസിപ്പു പൂർണ്ണമാ ഞങ്ങൾ
ആശംസകൾ അറിയിക്കുവാൻ ശക്തനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രീസ്മാരും ബിഷപ്പ്മാരും പുരോഹിതന്മാരും ധന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകളുടെയും ബ്രഹ്മചാരികളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെക്കുറിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വിശേഷ വിശ്വാസികളുമായ യുവനാതാക്കളെയും സത്യവിശ്വാസത്തെ വെച്ച് ഈ ലോകത്തിൽ വേർപെട്ടു പോയ എല്ലാവരും അനുസ്മരിക്കുകയും വിശേഷകൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ ജീവനും കാരണമാകട്ടെ. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടെ ശരിയോടെ കൂടെ കർത്താവിൽ നിന്ന് പറയുകയും അടുത്ത് വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിക്കുകയും വൈഭജനകമായ രഹസ്യങ്ങൾ ഊതാ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ മാസം വഴി സമാധാന സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണികൾ താഴ്ത്തി വിചാരണ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയുടെ ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോട് കൂടെ. അങ്ങയുടെ മഹത്വമേറിയ തത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ജനങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാമങ്ങളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ ശക്തികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്ന് അങ്ങ് ലോകത്തെയും നിന്നുള്ള സകലത്തെയും ദൈവത്തോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവുകൾ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000 മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിയന്മാരും അരൂപികളുമായി സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രവർത്തിക്കുന്നു.
പരിശുദ്ധരും അരുവികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഈ സ്വർഗീകരണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനമാകുലരുമായ ദാസൻ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായി രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ ഹൃദയങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിന് നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. അപ്രകാരം തന്നെ കാസ്യമെടുത്ത് ഹൃദയസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിന് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവേൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തവരും അത്ര വലിയ ഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. എന്റെ ദൈവീകരിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അതർപ്പിച്ചു ഞങ്ങളെ സമർപ്പിക്കുകയും മൃതരായ ഞങ്ങളെ ജയിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ശ്രമിച്ച് വിശദീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതി നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മാത്രമണിയുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവം നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ.
കർത്താവേ, ശക്തനായ ദൈവമേ, സർവ്വത്തിലെ സഭയുടെ പിതാവും ധർമ്മനുമായ മാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവും ധർമ്മനുമായ ഞങ്ങളുടെ അതിരുപിതാധ്യക്ഷനായ മാർ യോസേഫ് മെത്രാപ്പൊലീത്തായും ഞങ്ങളുടെ പിതാവിന്റെ പിതാധ്യക്ഷനുമായ മാർ യോസേഫ് മെത്രാനും പുരോഹിതന്മാർ, ശംശാന്മാർ, സമർപ്പിതന്മാരായ പ്രേക്ഷിതർ, ഭരണകർത്താക്കളും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനം ഞങ്ങളുടെ സന്നദ്ധിയിൽ പ്രീതിജനകമായ വർദ്ധിച്ച ദീർഘവാന്മാരും വിശുദ്ധരുമായ എല്ലാ ഭ്രാന്തന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വരവിഞ്ഞു പോയ എല്ലാ മനുഷ്യർക്കും അങ്ങയുടെ കാരണത്തെ പ്രദേശം കാത്തിരിക്കുന്ന ഈ ജനത്തിന് അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഒരു പീഠത്തിന്മേൽ അങ്ങയുടെ പക്ഷത്തിന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാനമായി അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാവന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ പ്രണയവും സമർത്ഥവുമായ കൃപയാൽ സഞ്ചാരമാക്കണമേ. ജീവനകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അത് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്ന് അങ്ങയുടെ പ്രിയപുത്രനായ ശംശിയായി അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ ശിഹാവും ജീവനായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ത്രീകന്മാർ, രക്തസാക്ഷികൾ, വന്ദനന്മാർ, വേദപാലകന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, വിശുദ്ധമാവുകയും സാധിച്ച ജീവവും ജീവനായകവുമായ അടയാളത്താൽ മുതലുതരും പരിശുദ്ധരുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ നാമത്തിന്റെ രക്ഷകരമായ ശംശികായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാരണത്തിന്റെയും മഹനീയവും ഭയഭക്തിയാകവും പരിശുദ്ധവും ജീവദായകവും ദൈവവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശ്ചിതരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനത്തോടുകൂടി കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളിവരട്ടെ. നിന്റെ ദാസരുടെയും കൃപാകീയരുടെ നാമത്തിനെ അനുസരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ ഓർക്കുകയും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ പ്രത്യാശിക്കുകയും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും സ്വർഗരാജ്യത്തിൽ നാമമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ സ്നേഹവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രവർത്തിക്കുന്നു. അങ്ങയുടെ ആവശ്യത്തിന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു.
ഭാവമലവുമായി തിരിച്ചറിയിലെടുത്തങ്ങളെയും പരിമളപൂരിതമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുഹൃതവും പരിശുദ്ധവും ജീവനായും ദൈവവുമായ രഹസ്യങ്ങളിലേക്ക് നീയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, വിശ്വാസികളെ, നിങ്ങളുടെ നാമത്തിൽ സ്തുതി. നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവനായവുമായ അപ്പം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിരാമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിലുള്ള രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാചാരോടെ സമീപിക്കാം. അനുദാനത്തിനുള്ള ശരണത്തോടെ അപരാധങ്ങളുടെ പിന്നെയും പാപങ്ങളെക്കുറിച്ചും സഹോദരനെ ക്ഷമിച്ചുകൊണ്ട് നഗരസ്ഥലത്തിനെ നാഥനത്തോട് കൃപയും മാമോചനം യാചിക്കുകയും ചെയ്യാം. Tira
കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും പരാധങ്ങളും കാരണപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ നീ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അഗ്രഹങ്ങളെ പുറത്തിരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരണപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനവും വിശ്വാസത്തോടുകൂടി ഞങ്ങളുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവതനും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണം. ഞങ്ങളെല്ലാവരും ഉയർന്ന നീ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, ശക്തനായ സർവേശ്വരൻ, നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാന്വേഷണങ്ങളുടെ സൈന്യങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കണം. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടി. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും രാജാവായ ദൈവം ശരിയായ ശരീരങ്ങളാകുന്ന ആത്മീയത്തിന് നമ്മെ ക്ഷണിക്കുന്നു. ഇതോ കൃത്യതയോച്ചാരവും നിത്യതയുടെ ഉടമ്പടിയുമാകുന്നു. ദൈവത്തിനെ സ്വീകരിക്കാൻ നമ്മുടെ ആത്മാക്കളെ സജ്ജമാക്കാം. തന്റെ ദിവ്യസ്യങ്ങളാകുന്ന നമുക്ക് നൽകിയ വിശുദ്ധിക്ക് എല്ലാ പാടി നന്ദി പറയാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവിശ്വസിയുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. സഹോദരരെ, വരുവിൻ, പാപപരിഹാരത്തിനുള്ള ഈ രഹസ്യത്തെ നിങ്ങൾ സമീപിക്കുവിൻ. തന്റെ ദിവ്യരഹസ്യങ്ങളാവുന്ന ദാനം നൽകിയ ഈശോയെ സ്തുതിക്കുകയും അവിടുത്തേക്ക് ഹല്ലേലൂയ പാടുകയും ചെയ്യുവിൻ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ ശിഖായി നിന്റെ ശരീരം ഭക്ഷിക്കുകയും കമ്പാനം ചെയ്യുകയും ചെയ്തവനെ നല്ല കടകളോട് നിന്റെ അപേക്ഷ നിറവേറ്റുന്ന നീതിമാന്മാരോട് പ്രതിസ്ഥാനിനെ സ്തുതിക്കുവാൻ യോഗ്യരാക്കണം. സകലത്തിന്റെയും നാഥായ നയിക്കുവാമേ.
ആചരിക്കുവാൻ അങ്ങനെ നിങ്ങളുടെ മാതൃക പിന്തുടർന്ന് ഇറങ്ങിയ പാൽക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ശരീരവും രക്തവും ഞങ്ങൾക്ക് ഭക്ഷണമാലികളായി സ്വകീയമായി വരുന്നത് ഞങ്ങൾക്ക് പാപമോചനവും പ്രദാനം ചെയ്തു. ഭൗതികമായി ദാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കിയിരുന്നാവേ, സ്വർഗത്തിൽ വിശുദ്ധ സ്ത്രീകന്മാരോടൊപ്പം നിന്നെ നിരന്തരം സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ അർഹരാക്കണമേ. സകലത്തിന്റെയും നാഥായി Oh
ദൈവം